ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കാണിച്ചു തരാമേ. ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് തന്തൂരി മസാല, ഒരു അല്പം ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, നല്ല 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് കസൂരി മെത്തി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിലേക്ക് കുറച്ച് ഓയിൽ തടവി ചിക്കൻ ഇതിലേക്ക് നിരത്തിയിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ റെഡിയാണ്. ഇതിന് കുറച്ച് സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ച് അതിലേക്ക് 1 നുള്ളി ജീരകം, 1 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, 1 സവാള എന്നിവ ചേർത്ത് നന്നായിട്ടൊരു വഴറ്റി അതിലേക്ക് ഒരു 10 കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കസൂരി മേത്തി എന്നിവ ചേർത്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലാസ്റ്റിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് കുറച്ച് ബട്ടറും കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി. ട്രൈ ചെയ്ത് നോക്കണേ.